സ്വാഗതം. ഇന്ന് നമ്മളോടുള്ളത് ഏറ്റവും പുതിയ സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് അതിൻ്റെ കുറേ കാര്യങ്ങൾ കാണാം. എന്നെ ഏറ്റവും പുതിയ വണ്ടി വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബൾബാണ്. അതിനകത്ത് ഓൾറെഡി ഒരു പ്രൊജക്ടർ വരുന്നുണ്ട്, ഒരു DRL വരുന്നുണ്ട്, അതുപോലെ അടി ഇൻഡിക്കേറ്ററും ഒരു ചെറിയ പാർക്ക് ലൈറ്റും വരുന്നുണ്ട്. അതുപോലെ ഈ ലൈറ്റ് ഡീക്രോം ചെയ്ത് വന്നേക്കുന്നത് അത് പക്ക മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഈ പ്രത്യേകിച്ച് ഇത് ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വണ്ടി ചേരുന്നുണ്ട്. അതുപോലെ താഴ്ഭാഗത്തോട്ട് വന്ന് നമുക്കൊരു ഫോഗ് ലൈറ്റും കാണാം. ഈ എന്താ പറയുക, എല്ലാം നല്ല ഒതുക്കി നല്ല മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കുക നമ്മളിതിൻ്റെ ഗ്രില്ലാണ്. ഗ്രില്ല് വരുന്നത് നമ്മുടെ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. എനിക്ക് തന്നെ ഈ മോഡലിൽ എല്ലാ മോഡലിലും ഈ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. അത് നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു സ്വിഫ്റ്റ് എന്നുള്ളൊരു എംബ്ലം കാണാം. സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ റൂം വരുന്നത് നമ്മൾ ഇത്ര നാളും സ്വിഫ്റ്റ് വന്ന എഞ്ചിനല്ല ഇത് വരുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ 1197 cc വണ്ടി വരുന്നത്. പിന്നെ നമുക്ക് വണ്ടിക്ക് മൈലേജ് പറയുന്നത് പറഞ്ഞാൽ 25.75 കമ്പനി ഇതിന് മൈലേജ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത എഞ്ചിനും കാര്യങ്ങളുമാണ്. പിന്നെ നേരത്തെ നമുക്ക് ആ 4 സിലിണ്ടർ എഞ്ചിന് 3 സിലിണ്ടർ എഞ്ചിൻ ആയെന്നൊരു മാറ്റമാണ് മെയിനായിട്ട് വന്നേക്കുന്നത്. അന്നേരം മൈലേജും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറ്റം വരും, മൈലേജും കാര്യങ്ങളും കൂടും. അതുപോലെ തന്നെ നമുക്ക് 111 വണ്ടിയുടെ ടോർക്ക് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടോർക്കാണ്. 4000 RPM വരുന്നത്. സൈഡ് വീലോട്ട് വരാം. സൈഡ് വീലോട്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, മെയിനായിട്ട് നമ്മൾ ടയർ എടുക്കുകയാണെങ്കിൽ 165/80/14 ടയർ വരുന്നത്. എനിക്ക് ഈ വേർഷന് എന്താ, അതുപോലെ തന്നെ ഇത് ഡ്രം വീൽ കേട്ടോ, അലോയ് അല്ല വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് മിറർ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററിന് വേണ്ട ബോഡി കളറുമാണ് വരുന്നത്. ഇതെല്ലാം ഇത് എന്താ പറയുക, ഇത് ജസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല, എന്നാൽ അതിന് തൊട്ട് നേരത്തെ വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. ഈ ട്രെയിൻ ലെയറിനും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഡോറ് വരുന്നത് ബോഡി കളർ തന്നെയാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 163 വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ നമുക്കിനി സൈഡിലോട്ട് വരാം. ബൈക്കിലോട്ട് വരുമ്പം മെയിനായിട്ട് എടുത്തു പറയണ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ആണ്. അതൊരു ഭയങ്കര മാറ്റമാണ് വന്നേക്കുന്നത്. ഓൾറെഡി വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ഒരു ഡീക്രോം ചെയ്തിട്ടുള്ളത് കമ്പനിയിൽ തന്നെ വന്നേക്കുന്നതാണ്. അതിന് ഒരു ടൈപ്പ് നമുക്കൊരു ബ്രേക്ക് ലൈറ്റും കാണാം. അതിൻ്റെ അകത്ത് LED ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും അതിൻ്റെ താഴെയാണ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ്. പിന്നെ ബാക്കിലോട്ട് നമുക്ക് ഇത് സെൻസറും കാര്യങ്ങളുമാണ്. പിന്നെ ഇതിപ്പം പിന്നെ ഇത് ഡീക്രോമും അവൈലബിൾ ആണ് വണ്ടിയിൽ. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല, അതുകൊണ്ട് ബാക്കി വൈപ്പറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതാണ് വണ്ടിയുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. 265 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തോട്ട് വരാം. ഇതാണ് വണ്ടിയുടെ ഇന്റീരിയൽ വരുന്നത്. അത്യാവശ്യം വൃത്തിയായിട്ട് ഇന്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഫുൾ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. നമുക്ക് നേരത്തെ സ്വിഫ്റ്റ് അപേക്ഷിച്ച് നല്ലൊരു സ്റ്റാൻഡേർഡ് രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടിയുടെ ഇന്റീരിയൽ വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് ഇന്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ താഴത്തോട്ട് തന്നെ നമ്മളെ AC വെന്റും കാര്യങ്ങളൊക്കെ പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാഴ്ചയിൽ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉള്ള വണ്ടിയൊക്കെ പോലെ തോന്നുന്നു. ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇല്ലാത്ത വണ്ടി, എന്നാലും അവർ നല്ല മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഈ വണ്ടി ഓടിച്ചു നോക്കാം. ഓടിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വണ്ടി പക്ക സൈലന്റ് ആണ്. എന്താ പറയുക, 3 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ നമുക്ക് വലിയ നോയ്സോ കാര്യങ്ങളൊന്നും അകത്തോട്ട് വരുന്നത്. കാരണം നമ്മൾ 3 സിലിണ്ടർ ആകുമ്പോൾ ഭയങ്കര ഒരു നോയ്സും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല, പക്ക സൈലന്റ് ആണ്. പിന്നെ വലിയ പവർ ലാഗും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു പവറാണ് വരുന്നത്. 80 PS പവറാണ് വണ്ടി വരുന്നത്. നമുക്ക് കാല് കൊടുത്താലും വലിയ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. കാരണം പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ, പെട്രോൾ വണ്ടി എല്ലാം ആ രീതിയിലുള്ള പവർ ഉദ്ദേശിക്കുന്നില്ല. ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നത് അതൊന്നുമായിട്ട് കമ്പയർ ചെയ്യില്ല. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം 1200 cc ആയതുകൊണ്ടാണ്. പിന്നെ പക്ക വണ്ടി സ്മൂത്താണ്. ഒരു എഞ്ചിൻ എത്ര റിഫൈൻഡ് ആവാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ശരിക്കും മാറ്റി ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം അതുപോലെ വണ്ടി സൈലന്റും കാര്യങ്ങളുമാണ്. ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ഹാൻഡിലിംഗ് ആണ്. പക്ക ഹാൻഡിലിംഗ് കേട്ടോ ഓടിക്കാൻ. നമുക്ക് പക്ക ഒരു ഫീലാണ്. പിന്നെ ഒരു പോരായ്മയായിട്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്ത സ്ഥിതിക്ക് ഒരു ബേസ് മോഡൽ ഇട്ട് തന്നെ വേണം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുക്കാമായിരുന്നു. അതൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ വേറെ കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം അകത്തുണ്ട്. എന്താ പറയുന്നത്, ചെറിയ ഫാമിലിക്ക് വേണ്ട എല്ലാം ഈ വണ്ടിയിലുണ്ട്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.